നമ്പിനാരായണൻ സർ, സ്വാഗതം താങ്കൾക്ക് ഈ ചർച്ചയിലേക്ക്. വളരെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ചർച്ച എന്ന അർത്ഥത്തിൽ എനിക്ക് സ്വയം ഇതിനകത്ത് ഈ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പരിമിതികൾ എനിക്ക് സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളെപ്പോലെയുള്ള ആളുകൾ ഞങ്ങൾക്ക് കൂടുതൽ അറിവ് പകരുന്ന തരത്തിൽ ഈ കാര്യങ്ങളിൽ ലളിതമായ ഭാഷയിൽ ചില വിവരണങ്ങളും വിശദീകരണങ്ങളും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്പിനാരായണൻ സർ, ഇതിപ്പോൾ ഈ തിരിച്ചുള്ള മടങ്ങിവരവ് അതിന് പൊതുവിൽ പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആശങ്കയുടെ ആവശ്യമില്ല എന്നതാണ്. സുനിത വില്യംസിനെ പോലൊരാൾ ഇതിനു മുൻപ് ധാരാളം ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ആളാണ്. ഇതാദ്യമായിട്ടാണ് ഒരു സ്പേസ് എക്സിൻ്റെ ഒരു സ്പേസ് വെഹിക്കിളിൽ അവർ യാത്ര ചെയ്യുന്നത് എന്നത് മാത്രമാണ്. സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം എന്ന വെഹിക്കിളാകട്ടെ ഇതിനു മുൻപ് ബഹിരാകാശ ദൗത്യം പിഴവില്ലാതെ നടത്തിയിട്ടുള്ളതുമാണ്. ഇതിൻ്റെ മടങ്ങിവരവിൽ നമ്പിനാരായണൻ സാർ, എന്തൊക്കെ നിർണായക ഘട്ടങ്ങളാണുള്ളത്? വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടം മറികടന്നു കഴിഞ്ഞിട്ടുണ്ടോ? ആശങ്കയുടെ ഘട്ടം മറികടന്നു? അല്ല, ഇത് ഒരു സത്യം പറഞ്ഞിട്ട് എനിക്ക് ആശങ്കകളൊന്നുമില്ല. കാരണം പറഞ്ഞു വരുന്നത് പോലെ ഇത് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ അല്ല. ദിസ് ഈസ് ഓൺലി എ റിട്ടേൺ ഓപ്പറേഷൻ. ആൻഡ് ആസ് യു സെഡ്, മറ്റേ സുനിത വില്യംസിന് ഇതിന് മുമ്പേ ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ ഇത്രയും ലെങ്തി പീരീഡിലേക്ക് ഐ തിങ്ക് അവർ 180 190 ദിവസം ഇതിന് മുമ്പ് ഫസ്റ്റ് ട്രിപ്പ് ഇതിനെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്കുള്ള ടെൻഷൻ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, നമ്പർ 1, ഷീ ബിലോങ്സ് ടു അവർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. Second is, she is a lady. Then third is, expected time was only 8 weeks, 8 days, and then the real time was 8 months or 9 months. പിന്നെ അതിനിടയ്ക്ക് ഒരു ഹീലിയം ലീക്കും പിന്നെ ഒരു അവസാനം ഒരു ആം വാസ് റിഫ്യൂസിങ് ടു ഓപ്പൺ അപ്പ്, അതുകൊണ്ട് ഒരു ഡിലേ ആയി. പക്ഷെ ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, ടെക്നിക്കലി ഡിസ്പാഷനായിട്ടായിട്ട് ഇത് ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഒരു ടെൻഷൻ്റെയും കാര്യമില്ല. കാരണം നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ളതാണ്. ഓൺലി തിങ് ഈസ്, റാക്കറ്റ്രിയിൽ ഒരു ഇതുണ്ട്, അതായത് ലാസ്റ്റ് ഓപ്പറേഷൻ ഓഫ് എനി മിഷൻ. ഫോർ എക്സാമ്പിൾ, ടേക്ക് ദി എൻറ്റയർ PSLV or GSLV. ദ ലാസ്റ്റ് ഓപ്പറേഷൻ ഈസ് ദി എൻറ്റയർ സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ വരുമ്പോൾ, ആസ് യു ഗോ അപ്പ് ഇൻ ദ ലാഡർ, നമ്മൾ വി കീപ് ദ റിലയബിലിറ്റി ഹൈ. Meaning that under no circumstances it should fail. അതുപോലത്തെ ഒരു പ്രിൻസിപ്പിൾ ഇവിടെയും ഉണ്ട്. ഇവിടെ ഇത് ലാസ്റ്റ് ലെഗിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. തിരിച്ചു വരവ് അതിനകത്ത് ഒരു മിസ്റ്റേക്കും ഒരു എററും ഒന്നും സംഭവിക്കാൻ പാടില്ല, ഒരിക്കലും ഫെയിലാകാൻ പാടില്ല. അതുകൊണ്ടാണ് എക്സ്ട്രാ കാഷനും എക്സ്ട്രാ പ്രിക്കോഷനും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത് എന്ന്. സോ ഇതെല്ലാം കൂട്ടിക്കഴിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി വരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കാണും. ഈ ആങ്സൈറ്റിയുടെ കാര്യം നാച്ചുറലാണ്. ഒറിജിനലി ലോങ് ബാക്ക് വെൻ വി വർ ട്രാവലിംഗ് ബൈ എയർക്രാഫ്റ്റ്, പീപ്പിൾ യൂസ് ടു ബിക്കം ആങ്ഷ്യസ്. ഇപ്പോൾ ചേർന്ന ഉടൻ തന്നെ എനിക്ക് ഒരു മെസ്സേജ് അയച്ചേക്കെന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. അതുപോലെ ഐ ഫീൽ ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട്, ഡസൻറ്റ് മീൻ ദാറ്റ് ദർ ഇസ് നോ റിസ്ക്. അങ്ങനെയല്ല, റിസ്ക് ഈസ് ദെയർ. എനി അതർ ട്രാവൽ, എനി അതർ പ്ലേസ്, ആസ് യു ഹാവ് റിസ്ക് ഈസ് ദെയർ. ബട്ട് ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്പിനാരായണൻ സാർ, ഇപ്പോൾ നമ്മൾ അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്ന്, ഇനി കാലതാമസം ഉണ്ടായിക്കൂടാ, പെട്ടെന്ന് തന്നെ ഈ ബഹിരാകാശ യാത്രികരെ, സുനിത അടക്കമുള്ള 4 പേരെ തിരികെ എത്തിക്കണമെന്ന് ഒരു ഇടപെടൽ നടത്തിയതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടായത് എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. ഇപ്പോൾ ഈ ക്രൂ 10 സഞ്ചരിക്കാൻ വേണ്ടി നാസയും സ്പേസ് എക്സും ഒരു പുതിയ ക്രൂ ഡ്രാഗൺ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആദ്യം ഇട്ടിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായത് അതിൻ്റെ ഗവേഷണ ഘട്ടത്തിൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ തകരാറ് മൂലം ആ പദ്ധതി ഉപേക്ഷിക്കുകയും ഇതിനു മുമ്പ് വിക്ഷേപിച്ച ഒരു പേടകം ക്രൂ 9 ഡ്രാഗൺ ഉപയോഗിക്കാൻ തീരുമാനിച്ചു എന്നതുമാണ്. ഈ കാര്യത്തിൽ താങ്കൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം നമ്പിനാരായണൻ സാർ? അറിയുന്ന എല്ലാ കാര്യവും പുറത്ത് പറയാൻ പറ്റത്തില്ല. ശരിയാണ്. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഡിസ്പാഷനസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത്, ഐ ആം നോബഡി ടു ക്രിട്ടിസൈസ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഹാസ് ഗിവൻ എൻ ഇംപ്രഷൻ
it is a rescue operation and Sunita Williams is in danger and ഇവരൊക്കെ പുള്ളിയുടെ ഓർഡർ അനുസരിച്ചിട്ട് പോയിട്ട് പെട്ടെന്ന് കൊണ്ടുവരും. ഇതൊക്കെ എല്ലാം വിശ്വസിക്കുന്നവർ വിശ്വസിച്ചുകൊണ്ട് പോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് അത് ഹൈപ്പ് കുറച്ച് കൂടിപ്പോയോ എന്ന് ഒരു സംശയമല്ല, അത് സത്യമാണ്. ഇപ്പോൾ ക്രൂ 9 ആസ് വെൽ എസ് മറ്റേ റഷ്യൻ സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് മറന്നുപോയി, അത് ആ രണ്ടും അവിടെ ആൾറെഡി ഉണ്ട്. സപ്പോസിങ് ഈ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ ആയിരുന്നാൽ അവർക്ക് അതിനകത്ത് ഇങ്ങോട്ട് വരാമായിരുന്നു. അത് ദ പ്രോബ്ലം ഈസ് ദർ ഈസ് എ ഡെഫിനിഷൻ ഓഫ് എവറി ജോബ്. ഓരോരോ മിഷനിലും ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇവിടെ ഒരു മിഷൻ ഉണ്ട്, ആ മിഷന്റെ ഡെഫിനിഷൻ ഉണ്ട്. സപ്പോസിങ് ഈ 9 മാസം കഴിഞ്ഞിട്ടും വരാനുള്ള സിറ്റുവേഷനിലേക്ക് പ്രശ്നമാണെങ്കിൽ ഈ ക്രൂ 10 വേണ്ടി ആരും വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഷുവറായിട്ട് ക്രൂ 9 തിരിച്ചു വരും. ഇപ്പോഴും ക്രൂ 9 തിരിച്ചു വരുന്നത്. ക്രൂ 9 തിരിച്ചു വരാനുള്ള ഒരു ഒറ്റ കാരണം ആൾറെഡി ഇറ്റ് ഈസ് ദെയർ. നൗ ദാറ്റ് ഹാസ് ടു ബി അറ്റൻഡഡ് ടു. ഒരു സൈക്കിൾ 5, 7, 9 പേരോ ആയിക്കോട്ടെ, അവര് ഒരു ഡെഫിനിഷൻ ഓഫ് ജോബ് ഈസ് ദെയർ. അവർക്ക് ആ ജോബ് ചെയ്യണം, ആ ജോബ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 24 hours ദേ വിൽ ബി ഇൻ ദി സ്ലീപ്പിംഗ് മോഡ് ഫോർ സം ടൈം. ഹൗ ഡു ദേ സ്ലീപ്പ്? ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പല രീതിയിലും പഠിച്ചതാണ്. സ്ലീപ്പ് എങ്ങനെ ഉണ്ടാകും, ആഹാരം എങ്ങനെ കഴിക്കും, എന്താഹാരം കഴിക്കും, എപ്പോഴും കഴിക്കും, എങ്ങനെ, ഇതൊക്കെ മനസ്സിൽ വരുന്ന സംശയങ്ങളാണ്. അത് ഇതൊക്കെ നമ്മൾ വി ആർ യൂസ്ഡ് ടു സർട്ടൻ സിസ്റ്റം, വി ആർ യൂസ്ഡ് ടു സർട്ടൻ സ്റ്റൈൽ, വി കാൾ ഇറ്റ് എസ് ലൈഫ് സ്റ്റൈൽ. അതിലിരുന്ന് മാറി നിൽക്കുമ്പോൾ അത് കുറച്ച് പഠിക്കാനുണ്ട്, കുറച്ച് പരിചയപ്പെടാനുണ്ട്. ആ പരിചയപ്പെടൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ അവര് ക്രൂ 10 പോയിട്ട് ക്രൂ 9 തിരിച്ച് വരുന്നതെങ്കിൽ the basic question is that if there is a problem with crew 9, if there was a problem with crew 9, അവർ crew 9 തിരിച്ചു വരുമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? Absolutely not. You see, the point is, I am only trying to make a point in a mildest manner that everything is going as per schedule and everything is going as per planning. See, പ്ലാനിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങൾ ഇവർ ചെയ്യത്തില്ല, ആ ചാൻസ് എടുക്കത്തില്ല. ബിക്കോസ് ദേ ആർ പ്ലേയിങ് വിത്ത് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദർ ഇസ് എ മാസ് ഒപ്പീനിയൻ. അത് കണ്ടമാനം അതിനകത്ത് ബാധിക്കും അവരെ. അതുകൊണ്ട് അങ്ങനെയുള്ള ചാൻസ് ഒന്നും അവർ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദിസ് ഈസ് സോയൂസ്. സി ഫോർ എക്സാമ്പിൾ, ഇത് മാത്രമല്ല, ഡ്രാഗൺ മാത്രമല്ല, സോയൂസ് ഇപ്പോൾ ഇവരുടെ ഷട്ടിലിന്റെ പ്രോബ്ലം വന്നപ്പോൾ ഷട്ടിൽ മാറ്റി നിർത്തി വെച്ചുകൊണ്ട് സോയൂസ് വെളിക്കില്ലേ പോയിക്കൊണ്ടിരുന്നത്. So my point is that this is a mission well defined and there is a task well defined and there is a return journey well defined. അതിനകത്ത് വരുന്ന അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് മറ്റേ ഹീലിയം ലീക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അൺആൻറ്റിസിപ്പേറ്റഡ് ആണ്, അത് വേറെ കാര്യം. പക്ഷേ അതർവൈസ് ഐ തിങ്ക് ദേ ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഐ എം ഓൾസോ ഹാവിങ് ടെൻഷൻ ലൈക്ക് എനിബഡി എൽസ്, ബിക്കോസ് ആഫ്റ്റർ ആൾ ഒരു ജേർണി, ഇറ്റ്സ് എ ലോങ് ജേർണി. ആ ജേർണിയിൽ അവർ ഒരു പ്രശ്നമില്ലാതെ ഭഗവാനെ ഇങ്ങോട്ട് തിരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ എല്ലാവരുടെ കൂടെ ഞാനും പ്രേയറിൽ ഉണ്ട്, അത് വേറെ കാര്യം. യെസ് ഗോപികൃഷ്ണൻ. നമ്പി സാർ, ഈ അറിയുന്ന മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ എന്ന് താങ്കൾ പറഞ്ഞത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അപ്പോഴും അറിയാനുള്ള നമ്മുടെ ആഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഭാഗമാണല്ലോ നമ്മുടെ ഓരോ ബഹിരാകാശ ഗവേഷണവും. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്പി സാർ, ഇപ്പോൾ ഈ വരവ്, ഇപ്പോൾ നാസ പറയുന്നത് അത് വൈകിപ്പിക്കലുമല്ല, മറിച്ച് അവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന വിശദീകരണമാണ് ഔദ്യോഗികമായി നാസ നൽകുന്നത്. യഥാർത്ഥത്തിൽ സുനിത വില്യംസിനും അതോടൊപ്പമുള്ള മറ്റു 3 പേരുടെയും മടക്കത്തിൽ ഒരു അനിശ്ചിതത്വം സംഭവിച്ചു. അതിൽ ഒരു ആശങ്കയുടെ ഒരു എലമെന്റ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ എവറിത്തിങ് ഹാപ്പൻഡ് ആസ് പെർ ദ ഷെഡ്യൂൾ എന്ന് പറയുമ്പോഴും അതിനകത്തൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു എന്നത് ഒരു വാസ്തവമല്ലേ നമ്പി സാർ? അത് നാസ എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകിയാലും. You are right. In any project there could be unexpected things may happen. But you are also should understand, when certain things are decided as a matter of policy, then it will go only by the policy matters. So if policyയും യഥാർത്ഥവും പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അത് പൊരുത്തപ്പെടുത്തും, അത് എന്തെങ്കിലും രീതിയിൽ. അത്രേ എനിക്ക് പറയാനുള്ളൂ അതിനകത്ത്. As far as I am concerned, let us not worry about it. Let it be a unanticipated ആയിട്ടുള്ള ഒരു പ്രോബ്ലം വന്നുകൊണ്ട് തന്നെ ഇരിക്കട്ടെ. വെതർ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യമല്ലല്ലോ. ഞങ്ങളൊക്കെ കുറച്ച് വർഷങ്ങളായിപ്പോയി ഇതിനകത്ത്. എന്ത് പറയാനാ,
we were wet in this for quite some time, approximately 50 years. അപ്പോൾ ഈ 50 ഇയേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞതും പറയാത്തതും എഴുതിയതും എഴുതാത്തതും അനൗൺസ്മെന്റും ഇതെല്ലാം നമ്മൾ ഒരുമാതിരിയൊക്കെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കില്ലേ. പക്ഷെ ഇവർ കാണിക്കുന്ന ഈ ഇത് എനിക്ക് കണ്ടിട്ട് ഇങ്ങനെയാണ് തോന്നുന്നത്. ആൻഡ് when I said that I don't anticipate any problem, ഇത് ഇന്നല്ല ഞാൻ പറയുന്നത്, അന്നേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യവും. So there is no problem in that sense. So what is most important here is the only criticality is now on the re-entry time. When the re-entry is taking place, there could be enormous temperature highs. അതൊക്കെ സംഭവിക്കുന്നത് മാത്രം നമുക്ക് നോക്കണം, അല്ലാതെ വേറെ ഒന്നും എനിക്ക് നോക്കാനില്ല. നാളെ രാവിലെ 2:47 ആണോ ടൈം? Now I remember the idiom, a little knowledge is a dangerous thing. അതുകൊണ്ട് I'm quite sure that I am having a very little knowledge about it. കാരണം അതുകൊണ്ടാണ് അത് അപകടമില്ലാത്ത രീതിയിൽ എൻ്റെ അറിവ് ഞാൻ താങ്കളിൽ നിന്ന് കൂടുതൽ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്പി സാർ, ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിലും അല്ലാതെയും ചില ഗവേഷണം പോലെ നടത്തിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഏതാണ്ട് 1 വർഷത്തെ തയ്യാറെടുപ്പുണ്ട്. മാനസികമായും ശാരീരികമായും ഒക്കെ അവരെ തയ്യാറെടുത്ത ശേഷമാണ് അവർ യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. സ്വാഭാവികമായും സുനിത വില്യംസും കൂട്ടരും 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് 9 മാസമായി നീണ്ടുപോകുമ്പോൾ, അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവരുടെ ശാരീരിക മാനസിക ഘടനയെ എങ്ങനെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്, എങ്ങനെയാണ് അതിനെ മറികടക്കാൻ അവർക്ക് കഴിയുക, അവിടെ നിന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുമോ, മാനസിക ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ടിപ്സ് അവർക്ക് ഭൂമിയിൽ നിന്ന് നൽകിയിട്ടുണ്ടാകും. ഇപ്പോൾ സുനിത വില്യംസ് തന്നെ പറഞ്ഞത് അവരാകെ ആശങ്കപ്പെടുത്തിയ ഒരൊറ്റ കാര്യം കുടുംബത്തെ കാണാനുള്ള സമയത്തിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നു എന്നത് മാത്രമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയാണ് ഈ ദുർഘട ദിവസങ്ങളെ പിന്നിട്ടുണ്ടാവുക? അല്ല ഗോപി, യു യുവർസെൽഫ് ഹാവ് ആൻസേർഡ് ആൾമോസ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ തന്നെ ആൻസർ തന്നു കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ 1 ആഴ്ചയ്ക്ക് അവരെ പോയി, നമുക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. ഐ വിൽ ആസ്ക് യു എ കൗണ്ടർ ക്വസ്റ്റ്യൻ. യു ആർ ഗോയിങ് ടു മദ്രാസ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് സ്റ്റേയിങ് ഫോർ 1 വീക്ക് ആൻഡ് ദെൻ 1 ഡേ, അതിൻ്റെ ആവശ്യത്തിന് കൂടുതൽ ചിലപ്പോൾ അത് 5-10 ദിവസം ആയിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ട്? whatever you will do is adjusting the situation. You will adjust the situation. So you have to stay there for അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നോക്കിയാൽ മതി. See, for example, when I should not refer this matter, but ഞാൻ എന്തായാലും പറയാം. ഞാൻ ജയിലിൽ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ it was very difficult because I am not used to that situation. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവിടെ ജയിലൊക്കെ മുറിച്ച് കിടന്നിട്ട് അവിടെ ഓട്ടം ഓടി വന്നോ? I told to myself that this is something which you have to put up with. ഇത് നിങ്ങൾ സഹിക്കണം, സഹിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവർ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് സ്പെസിഫിക് ആയിട്ട് ആൻസർ പറയാം. ഈ ഒരാഴ്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരാഴ്ചയ്ക്കായിട്ട് മാത്രമല്ല അവരുടെ ആഹാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുത്തയക്കുന്നത്. ഇറ്റ് വിൽ ബി ഫോർ മച്ച് മോർ ദെൻ ദ ടൈം വിച്ച് യു ആർ ടോക്കിംഗ് അബൌട്ട്. ബട്ട് അതിനകത്ത് വേറെയും ചില കാര്യങ്ങളുണ്ട്. സപ്പോസിങ് ദിസ് ഈസ് നോട്ട് എ ഫുൾ ബ്ലഡഡ് ബിരിയാണി ആൻഡ് that kind of a chicken fry and all. They are all mostly tablets. These tablets are meant to give you the necessary calories which are required for your body. അതിന് മാത്രമുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇൻഫാക്ട് നമ്മുടെ കയ്യിൽ ആ സാധനങ്ങൾ തന്നാൽ നമ്മൾ ഒരു ദിവസം പോലും കഴിക്കാൻ ഒക്കത്തില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ടേസ്റ്റും കാണത്തില്ല. നമ്മൾ വിശക്കുന്നുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അതുപോലത്തെ ആഹാരങ്ങൾ കൂടുതൽ സമയം പരിധി കാണും. അത് ഒന്ന്. സെക്കൻഡറി, ഒരു റോക്കറ്റിയുടെ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്ത പലർക്കും ഇത് മനസ്സിലാവും. എവിടെയെങ്കിലും ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ടേക്ക് ദിസ് സിസ്റ്റം, ഇവർ ബ്രീത് ചെയ്യുന്നു, അവർ ദേ ടേക്ക് ഓക്സിജൻ ആൻഡ് ദേ ലീവ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ദാറ്റ് ഈസ് ഓൾ ഗോയിങ് ടു ഫിൽ അപ്പ് ഇൻ ദാറ്റ് ചേംബർ. ആഫ്റ്റർ സം ടൈം ദേ കാൺട്ട് കീപ്പ് ഓൺ, ശ്വാസിക്കാൻ പറ്റത്തില്ല മറ്റേ കാർബൺ ഡൈ ഓക്സൈഡ്. സോ ദേ ഹാവ് ടു ഡ്രൈവ് ഔട്ട് ദിസ് ഗ്യാസ് and then refill it with a mixture of nitrogen and oxygen. നമ്മുടെ എയറിലിരിക്കുന്ന അതേ കോമ്പോസിഷൻ അതേ ലെവലിലേക്ക് കയറ്റണം. Now this entire thing അത് എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, there are valves, hydraulic systems and there are fluid dynamics എല്ലാം ഉണ്ടാകും. അതിനകത്ത് ഏതെങ്കിലും ഒരു വാൽവ് മിസ്ബിഹേവ് ചെയ്തു എന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരെണ്ണം തുറക്കേണ്ടത് തുറന്നില്ല, അടയ്ക്കേണ്ടത് അടച്ചില്ല, കുഴപ്പമില്ലേ?
അതൊന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? അത്രയും റിലയബിൾ ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ് അവിടെ ഉള്ളത്. അത്രയും റിലയബിൾ, റിപ്പീറ്റബിൾ, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ്. ഇപ്പം നമ്മളിപ്പോൾ സുനിത വില്യംസിനെ കുറിച്ച് ഇത്രയും നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ഇതെല്ലാം ഒരു വിധത്തിലും മോശം വരാതെ വിധത്തിൽ പെർഫെക്റ്റ് ഫങ്ഷനിങ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഒരു മിനിറ്റെങ്കിലും തിങ്ക് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. റിയൽ പേഴ്സൺസ് ബിഹൈൻഡ് ദിസ് എൻറ്റയർ ഷോ ആരാണ്? ഞങ്ങളാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ നമുക്ക് കണ്ണിന് മുമ്പ് കാണുന്ന ഒരാളിനെ കുറിച്ച് നമ്മൾ ഇത്, ഐ എം നോട്ട് അണ്ടർമൈനിങ്, അവരുടെ കുറിച്ച് കുറച്ച് പറയുന്നില്ല. സോ ഇത് വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഇവർ ഇത്രയും ദിവസം അവിടെ ഇരുന്നല്ലോ, 8 ദിവസം ഇരിക്കുന്നതിന് പോലെ 8 മാസം. അവർക്ക് അസുഖം എന്തെങ്കിലും ആർക്കെങ്കിലും വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? പനിയാണ്, കോൾഡാണ്, കാഫാണ്, ഫീവറാണ്, ന്യൂമോണിയ ആണ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് അവർക്കാണോ? ഇല്ല. അവരെ സെലക്ട് ചെയ്ത് അയച്ചിട്ടുള്ള ആ മെഡിക്കൽ കമ്മ്യൂണിറ്റിക്കാണ്. ആ മെഡിക്കൽ കമ്മ്യൂണിറ്റി ഹാസ് ഡ്രോൺ, അവർ ഒരു സ്റ്റാൻഡേർഡ് വരച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡിൽ വേണം ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല അതിനകത്ത്, ഒരു റെക്കമെൻഡേഷനും വർക്കൗട്ട് ചെയ്യത്തില്ല. ഇവരവിടെ പോയി കടന്നു പോയാൽ പിന്നെ ആകപ്പാടെ എല്ലാം കടന്നു കുളയും. അതിൻ്റെ ഒരു പ്രൂഫാണ് ഇന്ന് അവർക്ക് ആർക്കും ഒന്നും വരാത്തത്. എന്താ? ഒന്നും വരാൻ പാടില്ല, വരത്തില്ല. സോ ഇങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. ഈ മിഷൻ ഒറ്റയ്ക്ക് 3 പേര് 4 പേര് 5 പേര് പോയിട്ട് വരുന്നതല്ല. ദിസ് ഈസ് ഹാവിങ് ഒരു 1000 ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തവർ ചിലർ മരിച്ചു പോലും കാണും. ഈ കോൺട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ടല്ല മരിച്ചത്, അത്രയും സമയം ഉള്ള ഏജ് ഓൾഡ് ടെക്നോളജീസൊക്കെ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആശങ്ക വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒറ്റ ഒരു പോളിസി കൊണ്ടാണ്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതാണ് ലാസ്റ്റ് ലെഗ് ഓഫ് ദി എൻറ്റയർ മിഷൻ, അവസാനത്തെ കണ്ണിയാണ്. ആരെങ്കിലും അതിനകത്ത് അഫോർഡബിലിറ്റി ഉണ്ടാവുമോ ഫെയിൽ ആവാനായിട്ട്? എല്ലാ സിസ്റ്റമും അബ്സല്യൂട്ട് റിലയബിലിറ്റി ആയിരിക്കും. അതല്ലെങ്കിൽ ഇതിനകത്ത് ഡൊണാൾഡ് റീഗൻ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് what you have said so far, actually it resembles so much with the television industry, because people only recognize and realize the people on screen and nobody actually realizes who are working behind, just like you have mentioned, നബി സാർ. ഇത് തന്നെയാണ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത്. ആളുകൾ അവതാരകരെ മാത്രം കാണുന്നു, പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിശാലികളായ ആളുകളെ കാണാതിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ ആലോചിക്കുകയായിരുന്നു താങ്കൾ ഇത് പറഞ്ഞപ്പോൾ. നബി സാർ, ബട്ട് പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ റിപ്പീറ്റിംഗ് ഓൾ ദ ക്വസ്റ്റ്യൻസ്, ബിക്കോസ് യു ഷുഡ് അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ഒരു പ്രോബ്ലം അല്ല, പ്ലീസ് ഗോ അഹെഡ്. ഐ ആം ഹിയർ ടു ആൻസർ എനി ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. ഇഫ് ഐ ഡോണ്ട് നോ ദ ആൻസർ ഐ വിൽ സേ ഐ ഡോണ്ട് നോ ദ ആൻസർ. ഓക്കെ, സോ ഐ ആം ഗെറ്റിംഗ് ഇൻ ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. അതായത് സുനിത വില്യംസ് തിരികെ എത്തുമ്പോൾ, ഒരു സാധാരണ മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ, ഇത്രയും കാലത്തെ ദൗത്യത്തിന് ശേഷം വരുമ്പോൾ അവരുടെ മാനസിക നില, അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ, അത് ഏത് തരത്തിലുള്ളതായിരിക്കും? അവരതിനെ എങ്ങനെയാണ് അതിജീവിക്കുക? ഗോപി, ഇത് വളരെ സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത് സുനിത വില്യം ആൾറെഡി ഇതിന് മുമ്പേ ലോങ് ട്രിപ്സ് പോയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ആരായാലും മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇത് മാനസിക പ്രശ്നം വരുന്നത് അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ട്. സുനിത വില്യം അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം വന്നാൽ പോലും ഇൻഎക്സ്പീരിയൻസ്ഡ് അല്ല, എക്സ്പീരിയൻസ്ഡ് ആണ്. സോ അവർ, നിങ്ങൾ കണ്ടില്ലേ അവരുടെ മുഖത്തിൽ എന്തെങ്കിലും സങ്കടങ്ങൾ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയില്ല. അവരെ കണ്ടിട്ട് വളരെ സന്തോഷമായിട്ടാണ് അവർ അവിടെ നിന്ന് ജമ്പ് ചെയ്യുന്നതും കുടിക്കുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി സോ അതുകൊണ്ട് പക്ഷേ വേറൊരു കാര്യം പറയാം. അവിടെ പോയിട്ടുള്ളവർക്ക് ബ്ലഡ് പ്രഷർ കൂടുകയോ കുറയുകയോ, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ഇൻ സർട്ടൻ ഏരിയാസ് ഇതൊക്കെ ഉണ്ടാകാനുള്ള, ഇതൊക്കെ മെഡിക്കൽ ടീം ഹാസ് തറലി അനലൈസ് ചെയ്തിട്ട് തിരിച്ച് വന്ന ഉടൻ തന്നെ അവർ ഒരു മെഡിക്കൽ ടീമിൻ്റെ ഒബ്സർവേഷനിലേക്ക് വച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെക്ക് ചെയ്യാനും എക്സാമിൻ ചെയ്യാനുമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊന്നും പ്രശ്നമായിട്ട് വരാനുള്ള യാതൊരു ചാൻസും ഇല്ല. ചാൻസ് അഥവാ ഉണ്ടായിരുന്നാൽ ഇതിന് മുമ്പേ വന്നിരിക്കണം. ഇപ്പോഴല്ല, അതിന് മുമ്പേ വന്നിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സോ അതുകൊണ്ട് മാനസികമായിട്ട് ഒന്നും പ്രശ്നം വരത്തില്ല. ഫിസിക്കലായിട്ട് മനുഷ്യനെ കൊണ്ട് വിചാരിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്.
ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ ക്രാസ് ചെയ്ത് പോയതായിരിക്കും, അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. ബിക്കോസ് സ്റ്റിൽ വി ആർ ഇൻ ദ ലേണിംഗ് ഗ്രാഫ്. ഇപ്പോഴും ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ഇതിന് ഒരു നമുക്ക് പറഞ്ഞോളൂ. അല്ല, ഒരേ ഒരു കാര്യം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നോട്ട് ഓൺലി ദി ടെക്നിക്കൽ കോൺട്രിബ്യൂഷൻ ബട്ട് ഓൾസോ ഇന്റർനാഷണൽ കോൺട്രിബ്യൂഷൻ. ഈ ഓരോരുത്തരും ഇത് ഒറ്റ ഒരു നാടിൻ്റെ സ്വത്തല്ല. ഇത് കണ്ടുപിടിക്കുന്നതെല്ലാം ഫോർ മാൻകൈൻഡ് ആണ്. അത് നാളെ പലർക്കും പല രീതിയിലും അത് ഉപയോഗപ്പെടും. അപ്പോൾ ഇതിനകത്ത് ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ഒരു മസ്റ്റാണ്. ഞാൻ ചില മീറ്റിങ്ങുകളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെയും ഒരു സന്ദർഭം കിട്ടിയത് കൊണ്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി, ഈസ അല്ലെങ്കിൽ നാഷ ഉള്ളതുപോലെ നമുക്കൊരു ഏസ കൊണ്ട് വേണം, ഏഷ്യൻ സ്പേസ് ഏജൻസി. ഏഷ്യൻ സ്പേസ് ഏജൻസി ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു യൂണിയൻ പോലെ. അപ്പോൾ ഇതിനകത്ത് ഇൻ്റർ ഡിപ്പെൻഡബിലിറ്റി ഇതൊക്കെ കണ്ടമാനമുണ്ട്. നമ്മളിപ്പോൾ ചില ട്രാക്കിംഗ് ചെയ്യുന്നുണ്ട്, ചില കമാൻഡ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലിരുന്ന് മാത്രം ചെയ്യാൻ പറ്റത്തില്ല, വേറൊരു നാടിൻ്റെ സപ്പോർട്ട് വേണം. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ലീഗൽ. ഇറ്റ് ഷുഡ് ബി നോട്ട്, ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഈസ് ഇല്ലീഗൽ. ഇത് എല്ലാവർക്കും ഒരു അവകാശമാണ്. ഇത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ contribution from various countries also കുറച്ചുകൂടെ വരും, പൈസ വരും. So you're talking about having an organization for the Asian countries and it should have a formal structure. Yes. Exactly, you got it. The result of yourself going through all the YouTubes. Thanks to the YouTube for at least for this. Okay, Nambis.